Hi guys, welcome back to our channel. So എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് ഡേ 3 ഓഫ് our alphabet dating സീരീസിലാണ്. സോ നമുക്ക് ഇന്നത്തെ ലെറ്റർ എന്താണ്? സി ആണ് നമ്മളെ ഇന്നത്തെ ലെറ്റർ. യെസ്, സി. സോ നമ്മൾ ഇന്ന് ഒരു കോമഡി ഷോ കാണാൻ പോവാണ്, ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ. ഇറ്റ് ഈസ് മൈ ആൻഡ് ഹിസ് ഫസ്റ്റ് ടൈം. സോ നമ്മുടെ ഒരു ചിരി ഇടിച്ചിരി ബമ്പർ ചിരിയിലുള്ള ജോൺ പിന്നെ മഹാദേവൻ ഒക്കെ കൂടി വിറ്റ് എന്ന് പറഞ്ഞ ഒരു ടീമായിട്ട് വൈറ്റ് ഫീൽഡിലാണ്. ബാംഗ്ലൂരിൽ അവർ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഇന്നലെ അറിഞ്ഞേ ഉള്ളൂ. യെസ്. അപ്പം നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് സി നമുക്ക് കോമഡി ഡേറ്റ് ആയിട്ട് എടുത്തുള്ളത്. യെസ്. സോ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ഹെക്ടിക് വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഡേറ്റ് നൈറ്റിന്റെ പ്ലാൻ. സോ സി ഫോർ കോമഡി ഷോ. ഇനി നമുക്ക് വെന്യൂലെത്തിയിട്ട് കാണാം. ഗൈസ്, പെരുമഴയായിപ്പോയി, വൻ ട്രാഫിക് ആയിരുന്നു. നമ്മളിത് വെന്യൂലേക്ക് എത്തിയിട്ടുണ്ട്. കോമഡി ഗരാജ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇനി ഷോ കഴിഞ്ഞിട്ട് കാണാം. ഞാൻ അടുത്താക്കിനെ ഇൻവൈറ്റ് ചെയ്തിട്ട്, ഞാൻ ഹോസ്റ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ പറ്റി എന്തെങ്കിലും ഇങ്ങനെ കഥ പറയും, നിങ്ങൾ ചുമ്മാ കൈയടിച്ച് തന്നാൽ മതി. നിങ്ങൾ തമാശ പറയാൻ മഹാദേവനും ജോൺ ജോയൊക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ റെഡിയാണോ? അടുത്തായിട്ട് വരാൻ പോകുന്നത് മഹാദേവൻ ജോൺ ജോ അല്ല, നിങ്ങൾ അതിലും ബഹുമാനിക്കേണ്ട ഒരാളാണ്. കാരണം മഹാദേവൻ ജോണിന് പഠിപ്പും വിദ്യാഭ്യാസം ഇല്ല. അടുത്ത് വരാൻ പോകുന്നത് ദീപക് മോഹനാണ്. ഹലോ ഗൈസ്, താങ്ക് യു ഇത്രയും തള്ളിയതിന് നന്ദി. അതെ, ഞാൻ ഇത്രയും തള്ളേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ചോദിക്കും. പക്ഷെ അതിന്റെ അകത്ത് അച്ഛന്റെ സ്വപ്നമാണ് അഭിലാഷിന്റെ കാട്ടി കൂടുതൽ കാശ് ഉണ്ടാക്കണം. ആദ്യം യൂസ്ലെസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇപ്പൊ അഭിലാഷ് US-ലെ വെൽ സെറ്റിൽഡ് ആണ്. പുള്ളിക്ക് 2 പിള്ളേരുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ സ്കോർ ലൈനിൽ മോഹൻ 0, ദാമു 2 ആണ്. ഇത്ര അടുത്തായോണ്ട് വലിക്കും, എന്നെ വണ്ടി കയറ്റി വിടും. ഈ ഓട്ടോറിക്ഷ തിരിഞ്ഞിങ്ങനെ സ്കൂളിൽ കയറുമ്പോൾ എനിക്ക് സിനിമയിൽ വലിയൊരു ചെയ്തി കാരണം തോന്നുന്നു. ഇതിന് രക്ഷപ്പെടില്ല, എന്റെ ജീവിതം തുടങ്ങി എന്നുള്ള പോലത്തെ ഒരു ഫീൽഡ് ഞാൻ ഇതിന്റെ അകത്ത് കയറും. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാൻ വാവിട്ട് കരഞ്ഞു നോക്കി, കാര്യമില്ല, തിരിച്ച് വീട്ടിൽ വിടുന്നില്ല അവര്. അപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ആ ക്ഷണിക്കപ്പെടാത്ത അതിഥി വരുന്നത്, സുമേഷിന്റെ കയ്യിൽ 5 ആപ്പിളും 4 ഓറഞ്ചും ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് 2 ആപ്പിളും 3 ഓറഞ്ചും പോയാലൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കുന്ന ആദ്യത്തെ കോംപ്ലിക്കേറ്റഡ് കണക്ക്. നമ്മുടെ ബാംഗ്ലൂർ ടൂറിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണിത്. നമ്മൾ ഒരു ചെറിയ വീഡിയോ റിയാക്ഷൻ എടുക്കാം. കാരണം ഞങ്ങൾക്ക് നാളെ 2 ഷോ സെലക്ട് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ റിയാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ഇച്ചിരി കയറ്റി വെച്ച് പറയണം. ലേറ്റ് ആയിട്ട് വന്നത് തമാശ പറഞ്ഞു എന്ന് വിചാരിക്കരുത്, ബാക്കിയുള്ളവർ കിട്ടിയായിരുന്നു. ഹലോ ഗൈസ്. യെസ്. സോ അങ്ങനെ നമ്മുടെ കോമഡി ഷോ അറ്റ് കോമഡി ഗരാജ് വൈറ്റ് ഫീൽഡ് കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് വാസ് പെർഫോംഡ് ബൈ വിറ്റ്, ടീം വിറ്റ്. ദീപക് ഉണ്ടായിരുന്നു, അനീസ് ഉണ്ടായിരുന്നു, മഹാദേവൻ ഉണ്ടായിരുന്നു, ജോൺ ചേട്ടൻ ഉണ്ടായിരുന്നു. അടിപൊളി ഷോ ആയിരുന്നു. ഇവരെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മഴവിൽ മനോരമയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ലൈക്ക് ഇൻ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. കാർത്തിക് സൂര്യയാണ് ഹോസ്റ്റ്. സോ അത് അവിടെ നിന്ന് ഞാൻ കണ്ടു തുടങ്ങിയാണ് ഒരു പരിപാടിയൊക്കെ. ഞാൻ യൂട്യൂബിലൊക്കെ ഇരുന്ന് കാണുമായിരുന്നു ഒരു പരിപാടി. സോ എന്തെങ്കിലും ഒരു ദിവസം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എങ്ങനെ ലെവൽ വീണ്ടും ഇന്ന് രാവിലെ എണീച്ച് പറഞ്ഞ അവര് ആക്ച്വലി നമ്മൾ ഇന്നലെ ജസ്റ്റ് BLRല് കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നപ്പോ നമ്മള് അവിടുന്ന് ജസ്റ്റ് കേറാൻ വേണ്ടി പോയപ്പോഴാണ് ഇവരെ കാണുന്നത്. അവരവിടുന്ന് ഷോ കഴിഞ്ഞ് ഇറങ്ങും. ഷോ ഉണ്ടായിരുന്നു നമ്മളെ ബ്രിഗേഡ് റോഡില്. സോ നാളെയും അവർക്ക് അവിടെ ഷോ ഉണ്ട്. ഡു ഫോളോ ദ പേജസ്. ബിഗ് ഷൗട്ട് ഔട്ട് ടു വിറ്റ്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് പൊതുവെ കേരളത്തിൽ ഇപ്പം കയറി വരുന്ന ഒരു ട്രെൻഡ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ലൈവ് ആയിട്ട് കാണുന്നത്. നമ്മള് യൂട്യൂബിലും ഷോർട്സിലും ഒക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ ലൈവ് ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അവര് ഭയങ്കരമായിട്ട് ക്രൗഡ് ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഫൺ പാർട്ട്. നമ്മളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ പറയുന്ന ഉത്തരം വെച്ച് അവരത്രയും കോമഡി വെക്കും. സെറ്റ് ആയിരുന്നു. എന്തായാലും അടിപൊളി ഷോ ആയിരുന്നു. എന്തായാലും നമ്മൾ വർക്കിന്റെ സ്ട്രെസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് റുട്ടീനിൽ നിന്നൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ തന്നെ അറിയാണ്ട് വി ലാഫ്, വി സ്മൈൽ, നമ്മൾ ഹാപ്പി ആവും. പിന്നെ എസ്പെഷ്യലി ഇവൻ പറഞ്ഞതുപോലെ നേരത്തെ തൊട്ട് വീഡിയോസ് ഒക്കെ കണ്ടുവന്നതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി. അടിപൊളി മൊമെന്റ് ആയിരുന്നു. സോ നമുക്ക് അതായിരുന്നു നമ്മളെ സി യെസ് കോമഡി ഷോ ആൽഫബറ്റ് ഡേറ്റിംഗിലെ സി
സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അത് വിശക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 9:30 യെസ്. സോ അടുത്ത് തന്നെ നമ്മളൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. ബേസിക്കലി എനിക്ക് നോർത്ത് ഇന്ത്യൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതെ, നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ക്രേസ് ആണ്. സോ അമൃത്സരി ചുൽഹ എന്ന് പറഞ്ഞ നമ്മുടെ വൈറ്റ്ഫീൽഡ് CKR കോംപ്ലക്സിലുള്ള റെസ്റ്റോറന്റിലാണ് നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നത്. എന്നിട്ട് തിരിച്ച് നേരെ വീട്ടിൽ പോകും. അപ്പൊ ഇനി ഫുഡ് അടിക്കാൻ പോകുന്നു. അപ്പൊ നമ്മള് അമൃത്സരി ചുലയിൽ പോയി നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ച് ഓട്ടോയിൽ കയറി തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞു നമ്മുടെ വീട്ടില്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേറ്റ്. സി ഫോർ കോമഡി ഷോ ചെക്ക്. അപ്പൊ ഇനി അടുത്ത വരുന്ന ആൽഫബറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. 26 ആൽഫബറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾ സജഷൻസ് എന്തായാലും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് എന്തായാലും എടുത്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ദി ചാനൽ. യെസ്, ഡു സബ്സ്ക്രൈബ് ദി ചാനൽ. ഡോണ്ട് ഫർഗെറ്റ് ആൻഡ് കീപ് സപ്പോർട്ടിങ് us. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.